ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു വെള്ളപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ചേർക്കാതെ നല്ല സോഫ്റ്റ് വെള്ളപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈസ്റ്റിൻ്റെ മണം ചിലർക്ക് ഇഷ്ടപ്പെടാറില്ല, അപ്പം അതൊന്നും ചേർക്കാണ്ട് നല്ല വെള്ളപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അതിനുവേണ്ടി ഞാൻ ആദ്യം ഒരു തേങ്ങയുടെ വെള്ളമാണ് എടുക്കുന്നത്. ഇനി ഈ തേങ്ങൻ്റെ വെള്ളത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് നമുക്കിതൊരു 8 മണിക്കൂർ മാറ്റി വെക്കാം. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പുറത്ത് തന്നെ വെച്ച് കൊടുത്താൽ മതി. ഈ സമയത്ത് നമുക്ക് പച്ചരി കുതിർക്കാൻ വെക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. പച്ചരി നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു 8 മണിക്കൂർ നമുക്കിത് കുതിർക്കാൻ വെക്കാം. 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ മാറ്റി വെച്ച തേങ്ങ വെള്ളം എടുക്കാം. ഇനി വേണ്ടത് 1/2 കപ്പ് തേങ്ങയാണ്. ഇനി 1/2 കപ്പ് ചോറും കൂടി വേണം. 2 ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ പകുതി പച്ചരി ഇട്ട് കൊടുത്തിട്ടുണ്ട്, വെള്ളമൊക്കെ കളഞ്ഞിട്ട്. ഇനി അതിലേക്ക് നമുക്ക് പകുതി ചോറ് ഇട്ട് കൊടുക്കാം. ഇനി പകുതി തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്തു വെച്ച പകുതി തേങ്ങൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അരിഞ്ഞതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. നമ്മൾ രാവിലെ ചുടുന്നതെങ്കിൽ തലേന്ന് രാത്രിയെ അരച്ചെടുക്കുന്നതാണ് നല്ലത്. ഇതുപോലെ തന്നെ ഞാൻ സെക്കൻഡ് ബാച്ചും അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 2 ഗ്ലാസ് പച്ചരിയാണ് എടുത്തത്, അതുകൊണ്ടാണ് ഒരു തേങ്ങൻ്റെ വെള്ളം എടുത്തത്. അരി കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ തേങ്ങ വെള്ളത്തിൻ്റെയും തേങ്ങയുടെയും ചോറിൻ്റെയും അളവ് കുറച്ച് കൂടുതൽ എടുത്താൽ മതി. ഇത് അരച്ചെടുത്തിട്ടാകുമ്പം കുറച്ച് കട്ടി കൂടുതലാണ്. അപ്പം ഞാൻ മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളമാവാൻ പാടില്ല, കുറച്ച് കൂട്ടി കൊടുത്താൽ മതി. നോക്കിയിട്ട് കൂട്ടി കൊടുക്കണം. ഞാനിത് രാവിലെ ചുടാൻ വേണ്ടിയിട്ട് രാത്രി അരച്ച് വെച്ചതാണ്. അപ്പം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ രാവിലെ ആയിട്ടുണ്ട്, നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. മാവ് കുറച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ രാത്രി അരച്ച് വെച്ചതിനേക്കാളും കുറച്ച് കട്ടി കൂടിയിട്ടുണ്ട്. പക്ഷെ വെള്ളം ഒഴിക്കാൻ പാടില്ല, ഇങ്ങനെയാണ് വേണ്ടത്. ഞാനിത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പച്ചട്ടി ചൂടാകുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കാം. നോൺ സ്റ്റിക്ക് പാത്രമായതുകൊണ്ട് തീരെ എണ്ണൻ്റെ ആവശ്യമില്ല. ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് ചുടുന്നതെങ്കിൽ കുറച്ച് ഓയിൽ തടവി കൊടുത്താൽ മതി. കൂട്ടുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലും പിന്നെ ലോ ഫ്ലെയിമിലും ഇട്ട് വെച്ചാൽ മതി. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടും. കണ്ടില്ല, നല്ല അടിപൊളി സോഫ്റ്റ് വെള്ളപ്പാണ് കിട്ടിയിട്ടുള്ളത്. നല്ല അടിപൊളി വൈറ്റ് കളർ വെള്ളപ്പം വേണമെങ്കിൽ തേങ്ങൻ്റെ മുകൾ ഭാഗം മാത്രം ചരച്ചെടുത്താൽ മതി. കറുപ്പ് കളർ എടുക്കാത്തതാണ് നല്ലത്.
അപ്പോൾ ഈസ്റ്റ് ചേർത്തിട്ട് എല്ലാവരും വെള്ളപ്പം ചുട്ടിട്ടുണ്ടാവും, ഇതുപോലെ ആരും ചുട്ടിട്ടുണ്ടായില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് ഈ വെള്ളപ്പത്തിന്. കടലക്കറിയുടെ കൂടെയും ചിക്കൻ കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾ എൻ്റെ ചാനൽ